തിരൂർ ശിഹാബ് തങ്ങൾ സഹകരണ ആശുപത്രി കോടിക്കണക്കിന് രൂപയുടെ ചികിത്സാ ആനുകൂല്യങ്ങളുമായി മൂന്നാം വയസ്സിലേക്ക്. ആശുപത്രിയുടെ ജനറൽ ബോഡി യോഗം ബിയാൻകോ കാസിൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. സ്ഥാപനത്തിൻ്റെ ചെയർമാൻ അബ്ദുറഹ്മാൻ സാഹിബ് അവരുടെയും അതുപോലെ തന്നെ വൈസ് ചെയർമാൻ ഇബ്രാഹിം മാജി അവരുടെയും ഓരോരുത്തരെയും, അതുപോലെ എൻ്റെ കൂടെ തന്നെ ഒരു 2006 മുമ്പ് തന്നെ ഈ സ്ഥാപനം ഇങ്ങനെ ആയിത്തീരണം എന്നുള്ള ആഗ്രഹത്തോട് ഇതിൻ്റെ കൂടെയൊക്കെ ഞങ്ങൾക്കന്ന് PT മുഹമ്മദ് ബഷീർ വന്നപ്പോൾ തിരൂർ ശിഹാബ് തങ്ങൾ സഹകരണ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനോടനുബന്ധിച്ച് നഴ്സിംഗ് കോളേജും ഫാർമസി കോളേജും ആരംഭിക്കുവാൻ ഹോസ്പിറ്റൽ ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു. തിരൂർ ബിയാൻകോ കാസിൽ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ചെയർമാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി അധ്യക്ഷത വഹിച്ചു. വളരെ ആഹ്ലാദകരമായ ഒരു ജനറൽ ബോഡി യോഗത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഏതൊരു യോഗത്തിലും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു മികച്ച റിസൾട്ടിനുള്ള അംഗീകാരം നൽകിക്കൊണ്ട് അത് തുടങ്ങാൻ കഴിയുക എന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. വൈസ് ചെയർമാൻ ഇബ്രാഹിം ഹാജി കീഴടത്തിൽ സ്വാഗതം പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, MT വാസുദേവൻ നായർ എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. ഹോസ്പിറ്റലിൽ നിലവിൽ 30ഓളം ഡിപ്പാർട്ട്മെന്റുകളിലായി 70-ൽ പരം വിദഗ്ധ ഡോക്ടർമാർ സേവനം ചെയ്യുന്നുണ്ട്. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ പോസ്റ്റ് ഡെലിവറി സെന്ററുകളും അത്യാധുനിക കണ്ണാശുപത്രിയും ഉടൻ ആരംഭിക്കും. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അത്യാധുനിക സൗകര്യങ്ങളോടെ വിപുലീകരിക്കും. 100-ലധികം മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ പൂർത്തീകരിച്ച ഓർത്തോ വിഭാഗത്തിനും 3500-ലധികം നവജാത ശിശുക്കൾ പിറന്ന ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിനുമുള്ള ഉപഹാരം ചെയർമാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി നൽകി. 82 കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും അംഗങ്ങൾക്കായി കോടിക്കണക്കിന് രൂപയുടെ ചികിത്സാ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. സഹകരണ ആശുപത്രികൾക്കായുള്ള ഏകീകൃത സോഫ്റ്റ്വെയർ എത്രയും വേഗം നടപ്പിലാക്കണമെന്നും ക്ലാസിഫിക്കേഷൻ മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിക്കണമെന്നും വൈദ്യുതി നിരക്കിൽ സഹകരണ ആശുപത്രികൾക്ക് പ്രത്യേകം ഇളവ് അനുവദിക്കണമെന്നും പ്രമേയത്തിലൂടെ യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഡയറക്ടർമാരായ ഡോക്ടർ KP ഹുസൈൻ, പാറപ്പുറത്ത് മൊയ്തീൻകുട്ടി എന്ന ബാവ ഹാജി, KP മുഹമ്മദ് കുട്ടി വള്ളിയേങ്ങൽ, മുഹമ്മദ് കുട്ടി ഹാജി, CV മുഹമ്മദ് അഷ്റഫ്, സാബിറ കബീർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിശദവിവരങ്ങൾ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് മുസമ്മിൽ വിശദീകരിച്ചു. 2023-24 വർഷത്തെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഓപ്പറേഷൻ ഹെഡ് ജസ്റ്റിൻ ജോസഫ് അവതരിപ്പിച്ചു. വാർഷിക റിപ്പോർട്ട് മാനേജർ KP ഫസലുദ്ദീനും വരവ് ചെലവ് കണക്കുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ A അബ്ദുൾ റഷീദ് എന്നിവരും അവതരിപ്പിച്ചു. മെമ്പർമാരുടെ ചോദ്യങ്ങൾക്ക് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അൽത്താഫ് കണ്ണേത്ത്, ജസ്റ്റിൻ ജോസഫ് എന്നിവർ മറുപടി നൽകി. ഡയറക്ടർ AP സുധീഷ് പ്രമേയങ്ങൾ വായിച്ച് അവതരിപ്പിച്ചു. ഡയറക്ടർ CV മുഹമ്മദ് അഷ്റഫ് നന്ദി പറഞ്ഞു. 1000-ൽ പരം മെമ്പർമാർ പങ്കെടുത്ത വാർഷിക ജനറൽ ബോഡി യോഗം അംഗങ്ങളുടെ സജീവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. വെട്ടം ആലിക്കോയ, ഡോക്ടർ P അബ്ദുൽ ഹമീദ് മാസ്റ്റർ, M അബ്ദുള്ളക്കുട്ടി, MP മുഹമ്മദ് കോയ, KN മുത്തുക്കോയ തങ്ങൾ, NA ബാവ ഹാജി, KM ഹസൻ, CK ഹമീദ് നിയാസ്, പുളിക്കൽ അഷ്റഫ്, ഹമദ് മൂസ ഖത്തർ, CP ഇസ്മായിൽ, കബീർ പുളിക്കൽ, കീഴടത്തിൽ ഷാഫി ഹാജി, കടവത്ത് മുസ്തഫ, അബ്ദുൽ വഹാബ്, ഷംസുദ്ദീൻ കുന്നത്ത് തുടങ്ങിയ പ്രമുഖരും പങ്കെടുത്തു. ന്യൂസ് 99 തിരൂർ.